മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരായ SIT റിപ്പോർട്ടിന്മേൽ DGP ഇന്ന് ശുപാർശ നൽകിയേക്കും. നിയമോപദേശവും എം.ആർ. അജിത് കുമാറിന്റെ വിശദീകരണവും ഉൾപ്പെടുത്തിയായിരിക്കും DGP റിപ്പോർട്ട് സമർപ്പിക്കുക. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും DGP ഇന്ന് ശുപാർശ നൽകുകയാണ്. എം.ആർ. അജിത് കുമാറിനെതിരെ എന്ത് നടപടിയായിരിക്കും നിലവിലെ സർക്കാർ എടുക്കുക എന്നത് തന്നെയാണ് നിർണായകം. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു ADGP എം.ആർ. അജിത് കുമാർ എന്ന റിപ്പോർട്ട് SIT നൽകിയിട്ട് 2 ആഴ്ച കഴിയുകയാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ടും അതിലൊരു തുടർ നടപടി ഉണ്ടാകാത്ത സാഹചര്യമാണ് ഉണ്ടായത്. റിപ്പോർട്ട് DGP പൂഴ്ത്തിവെച്ചു എന്നുള്ളൊരു ആരോപണമൊക്കെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ DGP സ്ഥാനത്തേക്ക് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി നിൽക്കുന്നൊരു ഘട്ടമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം ഈ മാസം അവസാനം ചേരാനിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ എം.ആർ. അജിത് കുമാറിനെതിരെ ഒരു നടപടി വന്നാൽ ആ സ്ഥാനക്കയറ്റത്തെ ബാധിക്കും. ആ സാഹചര്യത്തിൽ അതിലൊരു നടപടി ഉണ്ടാകാതെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളൊരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ LDF സർക്കാരിൻ്റെ കാലത്ത് അത് കിട്ടിയ അതേ സംരക്ഷണം UDF സർക്കാരിൻ്റെ കാലത്തും അജിത് കുമാറിന് ലഭിക്കുന്നു എന്നുള്ള ആരോപണവുമൊക്കെ ഉയർന്നിരുന്നു. ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ ഈ DGP ഈ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്ന ഘട്ടത്തിൽ DGP ശുപാർശ ഈ റിപ്പോർട്ടിന്മേലുള്ള തൻ്റെ ശുപാർശ ആഭ്യന്തര വകുപ്പിന് കൈമാറുമെന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഏതായാലും നടപടിക്ക് ശുപാർശ ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് SITയുടെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ഈ അജിത് കുമാറിൻ്റെ പങ്ക് വ്യക്തമാകുന്നുണ്ട്. അതായത് SITയുടെ കണ്ടെത്തൽ, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്ന് ക്രമസമാധാന ചുമതലയായിരുന്നു ADGP എം.ആർ. അജിത് കുമാറിന് ഉണ്ടായിരുന്നത്. ആ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 2 ദിവസം അവിടെ ഇരുത്തി കേസ് ഡയറി തിരുത്തിച്ചു എന്നുള്ളതാണ്. അതായത് ഈ പ്രതികൾക്ക് അനുകൂലമായി കേസ് ഡയറി തിരുത്തിച്ചു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി SIT ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് ശുപാർശ പോകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം ഈ അജിത് കുമാറിനെതിരെ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് DGPയുടെ വിലയിരുത്തൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫോൺ സംഭാഷണം അടക്കമുള്ള തെളിവുകൾ അത് ഈ SITയുടെ റിപ്പോർട്ടിലുണ്ട്. ഒരു പക്ഷേ സസ്പെൻഷൻ നടപടിക്ക് തന്നെയുള്ള ശുപാർശ DGP ആഭ്യന്തര വകുപ്പിന് കൈമാറും എന്നാണ് അറിയുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തന്നെ, പ്രത്യേകിച്ച് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നടക്കം തന്നെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ പ്രതികൾക്കെതിരെയൊക്കെ നടപടി സ്വീകരിച്ചിട്ടും കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥരെതിരെ ഒരു നടപടിയും എടുക്കാത്തതിൽ വലിയ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ഇന്നലെ ആഭ്യന്തരമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി കോടതിയെ പഴിചാരുന്ന അല്ലെങ്കിൽ കോടതിയെ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് ഈ വേഗത്തിലൊന്നും നടപടി സ്വീകരിക്കാൻ കഴിയില്ല, അതിൻ്റെതായ സമയമുണ്ട്. പെട്ടെന്ന് നടപടി സ്വീകരിച്ചാൽ കോടതിയുടെ നിരീക്ഷണത്തിലാണ് സംസ്ഥാന സർക്കാരുള്ളത്. കോടതിയിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വരും. അങ്ങനെ വിമർശനം നേരിട്ടാൽ പറയും സർക്കാരിന് തിരിച്ചടി എന്ന് മാധ്യമങ്ങൾ പറയുമെന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഏതായാലും അജിത് കുമാറിന് ഇങ്ങനെ സംരക്ഷണം നൽകുന്നതിൽ കോൺഗ്രസിനുള്ളിലും UDFിനുള്ളിലും ഒക്കെ വലിയ വിയോജിപ്പും അതൃപ്തിയും ഒക്കെ ഉണ്ട്. ഏതായാലും ഇന്ന് DGP ആ ശുപാർശ നൽകിയാൽ സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടികൾക്ക് ശുപാർശ ഇന്ന് നൽകുകയാണെങ്കിൽ അത്തരത്തിലുള്ള ശുപാർശകൾ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ ശുപാർശ നൽകിയാൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ADGP എം.ആർ. അജിത് കുമാറിനെതിരായ SIT റിപ്പോർട്ടിന്മേൽ DGP ഇന്ന് ശുപാർശ നൽകുകയാണ്. എന്തായാലും നിയമോപദേശവും അജിത് കുമാറിന്റെ വിശദീകരണവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് DGP റിപ്പോർട്ട് സമർപ്പിക്കുക. എന്ത് നടപടിയായിരിക്കും സർക്കാർ അജിത് കുമാറിന്മേൽ എടുക്കുക എന്നത് തന്നെയാണ് നിർണായകം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർജാണ്.